നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ചീര വലിക്കണ്ട, കുറച്ച് ചീര ഉണ്ടായിട്ടുണ്ട്. കൃഷിത്തോട്ടമൊന്നുമല്ല, എങ്ങനെയോ വന്ന ചീര. ഈ ചീരയില്ലേ നല്ല ടേസ്റ്റ്, കഴിച്ചാലും വെറുക്കില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങണ ചീരനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കടയിൽ നിന്ന് വാങ്ങണ ചീര ഇഷ്ടമല്ല. നല്ല നാടൻ പച്ചച്ചീര. എന്തൊക്കെയാ വള്ളിയുടെ കൂടെ. നോക്കട്ടെ. നല്ല ചീര, ഫ്രഷ് ചീര. പുഴുക്കുത്തൊന്നുമില്ല. കാണാനുണ്ട് സന്തോഷം. എനിക്ക് ഈ ചീര കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. വാട്ട് യു ഡു? കുറച്ച് ചീര കിട്ടിയിട്ടാ, ഒരു പിടി നല്ലോണം കിട്ടിയതാ, ഫ്രഷ് ചീര കിട്ടി. നമ്മുടെ ചീര വെച്ചിട്ട് അടിപൊളി കറിയാണ്, സിമ്പിൾ ആയിട്ടുള്ളത്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചീരക്കറി എങ്ങനെ വെക്കുക നോക്കുക. എല്ലാവർക്കും അറിയാം നമ്മളെങ്ങനെ വെക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സ്കൂൾ തുറക്കണം, അതാണ് ഇത്ര ധൃതി. ക്ലാസ് ഉണ്ട്. നന്നായി കഴുകിട്ടോ 2-3 പ്രാവശ്യം. നമ്മളുടെ ആണെങ്കിൽ നല്ല പുഴുവൊക്കെ നോക്കിയിട്ടാണ്. എന്തിനാ കുനുകുനു ആക്കണേ? ഞാൻ 3-4 വട്ടം നോക്കി. അതല്ല, എന്തിനാ കുനുകുനു ആക്കണേന്ന്. ആയിട്ട് ചീരി മുരിങ്ങൊന്നും അത്ര കഴിച്ചാലും വെറുക്കില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അത് നമ്മുടെ വീട്ടിൽ കൂടെ ആയാൽ പിന്നെ പറയും വേണം. എനിക്ക് ഈ ചീര താളിപ്പ് ഭയങ്കര ഇഷ്ടം. ഈ ചീര ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. 1 ഗ്ലാസ് പരിപ്പുണ്ട് കേട്ടോ, കഴുകിയതാണ്, തോരപ്പരിപ്പ്. ആവശ്യത്തിന് വെള്ളം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. 2 വിസിൽ വരട്ടെ. നമുക്ക് പരിപ്പ് എന്താ നോക്കാം. ഓ, അടിപൊളിയായി വന്നിട്ടാ. ഇവിടെ ഇരിക്കട്ടെ, ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ നല്ല ജീരകം, ഒരു 3 വറ്റൽമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചെറിയുള്ളി, ഒരു സവാള പൊടി പൊടിയായി അരിഞ്ഞു കേട്ടോ. ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളിയൊക്കെ വഴണ്ട് വന്നു. പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. തോനെ ആയ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചീര ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ചീര വെന്ത നോക്കാം. വെന്തുട്ടാ, വേണ്ട, നല്ല സോഫ്റ്റായി വെന്തു. ഇനി നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പൻ സൂപ്പറായി വന്നു.
പരിപ്പ് സൂപ്പറായി വന്നു. കുറച്ച് പരിപ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു, സൂപ്പറായിട്ട് വെന്തു. ഇതാണ് ചീരയും പരിപ്പും, സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങയില്ലാത്തത് ഓഫാക്കുക. ഇനി താളിക്കില്ല, താളിച്ചില്ലേ അടിപൊളിയാണ് കേട്ടത്. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ഞാൻ പയറിൻ്റെ ഉപ്പേരി വെക്കട്ടെ. പയറുപ്പേരി വെക്കണം കേട്ടോ. കടുക്, സവാളയും കുത്തുമുളകും ചതച്ച മുളകും, ഉള്ളി മൂത്ത് വന്നു. പയറിട്ട് കൊടുക്കാം കേട്ടോ. പയറൊക്കെ വാടി. ഉപ്പിട്ട് കൊടുക്കാം. വേഗട്ടെ. പയറുപ്പേര് റെഡി ആയിട്ടാ. ചോറ് തരാം. തലകെട്ടി കൊടുക്കണം. സ്കൂളല്ലേ 12 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്താ കാറ്റ്? നല്ല കാറ്റ്. രണ്ട് ഭാഗം മടങ്ങി. ശരി. പിന്നെ ആര് തിന്നണ? മടങ്ങണേ, തല മടങ്ങണേ. ഇതെന്താണ് കേസ്? ഒന്നുമില്ല ഗൈസ്. തേന് അല്ലാട്ടാ, എന്തോ ചാടിയാ. കേട്ടെ. മുടി കെട്ടി കൊടുക്കട്ടെ കേട്ടാ. കയ്യിലെന്താ? ഉണ്ണി ഒന്ന് ഒതുങ്ങി നിൽക്ക്. ഹൈറ്റ് വെച്ചില്ലേ? കയ്യിലെന്താണെന്ന്? തല കെട്ടി. നല്ല ചൂട് ചോറും പയറുപ്പേരിയും, പിന്നെ നമ്മുടെ സ്വന്തം ചീരയും. സ്വന്തം തോട്ടത്തെയാണ്, അതുകൊണ്ട് ടേസ്റ്റ് ഇത്തിരി കൂടുതലാണ്. കഴിക്കും. നല്ല ചൂടുണ്ട് ചോറ്. അയ്യോ മായി കൊള്ളൂ. ഇത് അപ്പുറത്തെ വീട്ടിലെ പൂവാണ് കേട്ടോ, മതിലിനോട് ചേർന്ന് നിൽക്കുന്നത്. നല്ല കളറുണ്ട്. നമ്മുടെ ക്യാമറ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ. അടുത്ത് കാണുമ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കടലാസ് പൂവാണ് കേട്ടോ. എന്ത് പലതരമുണ്ട്. നിങ്ങൾക്കിതുപോലെ പൂക്കൾ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണോ? ഞാൻ എടുക്കും കേട്ടോ. എവിടെ കണ്ടാലും എടുക്കും. പൂ കണ്ടാൽ അപ്പോൾ വീഡിയോ എടുക്കും. കാണാൻ നല്ല ഭംഗിയല്ലേ? പുറത്ത് നല്ല തണുപ്പും കാറ്റാണ്. അപ്പൊ പിന്നെ ചെറിയൊരു ചൂട് നല്ലതാണ്. ചെറുതല്ലേ? രാവിലെ ചോറ് കൊടുക്കണം കേട്ടോ. റാഗിയൊക്കെ ഉണ്ട്. ചോറ് കൊടുത്തിട്ട് വയ്ക്കണം. അതിനുണ്ട് സൂപ്പർ കറി കേട്ടോ. അതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും